ഡേയ്സ് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് പലർക്കും ആശങ്കകൾ ഉണ്ടാകും. നിങ്ങൾ എന്താണ് ഭാവിയിൽ ചെയ്യേണ്ടതെന്ന് ഒരു എത്തും പിടുത്തവും കിട്ടുന്നില്ല. ഒരു പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ജോബ് എന്ത് ജോബാണ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത അവസ്ഥ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ബിസിനസ് എന്തെങ്കിലും ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, അതിനും പറ്റാത്ത അവസ്ഥ, അല്ലെങ്കിൽ നിങ്ങൾ ഭാവിയിൽ ആരായിത്തീരണമെന്ന് അറിയാത്ത ഒരു അവസ്ഥ, ടോട്ടലി കൺഫ്യൂസ്ഡ് ആണ്. ഇങ്ങനെയുള്ള സമയത്ത് അതിൻ്റേതായ കറക്റ്റ് ആൻസർ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. തീർച്ചയായിട്ടും ഇങ്ങനെ ചെയ്ത് പരീക്ഷിച്ചെടുക്കുന്ന ആളുകളുണ്ട്. അവരത് ആരോടും പറയാതിരിക്കുന്നതാണ്, അവർക്കതിൻ്റെ ഫലം കിട്ടുന്നുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു സൂപ്പർ ടെക്നിക്കാണ് ഈ പ്രാവശ്യത്തെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ഇടണം, കമൻറ്റും ചെയ്യണം, മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. വളരെയധികം ക്ഷമയുള്ളവർക്ക് മാത്രമാണ് ഇത് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. ഇതിനു വേണ്ടി ഒരു ദിവസമോ 2 ദിവസമോ 2 മാസമോ 4 മാസമോ 1 വർഷമോ അല്ല എടുക്കുന്നത്. ഒരു വർഷം 1.5 വർഷത്തോളം എടുത്തെന്ന് വരാം. ചില ആളുകൾക്ക് നല്ല മെഡിറ്റേഷൻ പവറും പ്രെയർ നല്ലവണ്ണം ചെയ്യുന്ന ആളുകൾക്ക് പെട്ടെന്ന് ഇത് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ മഹാന്മാരായ പല ആളുകളും ഈ ടെക്നിക്ക് ചെയ്തിട്ടുണ്ട്. ഈ ടെക്നിക്ക് ചെയ്ത് വർക്കൗട്ടായിട്ടുണ്ട്. അവർ സക്സസ്സിലേക്ക് കുതിച്ചുയർന്നിട്ടുണ്ട്. പക്ഷേ അവരത് പിന്നീട് കാലത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആളുകൾ നമ്മളിത് പറയുമ്പോൾ കളിയാക്കും, പരിഹസിക്കും. പിന്നെ ഇതൊക്കെയല്ലേ ചെയ്യാൻ കിടക്കുന്നത്, ആർക്കാണ് ഇതിന് നേരം, വട്ടാണോ എന്നൊക്കെ ചോദിക്കും. പക്ഷേ അങ്ങനെയല്ല, ഇതൊരു സൂപ്പർ സോണിക് മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ്. ഇത് നിങ്ങൾ സക്സസ് ആക്കിയെടുത്താൽ നിങ്ങൾക്ക് തീർച്ചയായും ഏത് മേഖലയും കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ്. നിങ്ങൾ തന്നെ ട്രൈ ചെയ്ത് കണ്ടെത്താൻ കഴിയും. ഇനി ഞാൻ നിങ്ങൾക്ക് തരുന്നത്, നിങ്ങളോട് പറയുന്നത് എന്താണ് ആ ടെക്നിക്ക് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഒരു പേപ്പറും ഒരു പേനയും നിങ്ങൾ കയ്യിൽ കരുതുക. ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ്, ഉറങ്ങാൻ കിടക്കുന്നതിന് തൊട്ട് മുമ്പ് ബെഡിൻ്റെ അരികിൽ തന്നെ ഈ പേപ്പറും പേനയും വയ്ക്കുക. എന്നിട്ട് നിങ്ങൾ നല്ലവണ്ണം പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾക്കാവശ്യമുള്ള കാര്യം നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക, മനസ്സിലേക്ക് കൊടുക്കുക. അതായത് ഒരു പക്ഷേ നിങ്ങൾക്കൊരു ബിസിനസ് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ നിങ്ങൾ ആ ബിസിനസ് എന്താണ് വേണ്ടത് എന്നുള്ളത് ഇങ്ങനെ ആവർത്തിച്ച് മനസ്സിനോട് ചോദിക്കുക. നിങ്ങൾക്ക് പഠിക്കാനാണെങ്കിൽ എന്ത് കോഴ്സാണ് പഠിക്കേണ്ടത് എന്നുള്ളത് ആവർത്തിച്ച് മനസ്സിലിങ്ങനെ ചിന്തിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആരായിത്തീരണം ഫ്യൂച്ചറിൽ എന്നായിരിക്കും. ഒരു മെൻറ്റർ ആകാനാണോ, ഒരു ഡോക്ടർ ആവാനാണോ, എഞ്ചിനീയർ ആവാനാണോ, അല്ലെങ്കിൽ ബിസിനസ് മാൻ ആകാനാണോ, ഇതൊക്കെ ആവർത്തിച്ച് മനസ്സിനോട് ചോദിച്ചിട്ട് യൂണിവേഴ്സിനോട് ചോദിക്കുക, എനിക്ക് അതിൻ്റെ ഉത്തരം തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കിടന്നുറങ്ങുക. രാത്രിയിൽ നിങ്ങൾ എന്തായാലും അതിനെ പറ്റിയിട്ട് ഒരു ഡ്രീം കാണും എന്നുള്ളതാണ്. നിങ്ങൾ ആരായി തീരണം എന്നുള്ള ഡ്രീം കാണും. ഈ ഡ്രീം കണ്ടു കഴിഞ്ഞാൽ പിറ്റേ ദിവസം അതിരാവിലെ തന്നെ നിങ്ങളത് പേപ്പറിലേക്ക് എഴുതുക എന്നുള്ളതാണ്. ഇതാണ് ആ മാനിഫെസ്റ്റേഷൻ സൂപ്പർ ടെക്നിക്ക് എന്നുള്ളത്. പക്ഷേ ഇത് ഒരു ദിവസം കൊണ്ടാവില്ല. ഒരു പക്ഷേ 1 മാസമോ 2 മാസമൊക്കെ കഴിയുമ്പോഴായിരിക്കും ഇത് വർക്കൗട്ട് ആകാനായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പല ആളുകളും ചെയ്യുന്ന ടെക്നിക്കാണത്. പക്ഷെ ഇതാരും പറഞ്ഞു തരില്ല. അപ്പോൾ നിങ്ങൾ ഈ ടെക്നിക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യണം. ഇനി എൻ്റെ കാര്യത്തിലേക്ക് കിടക്കാം. ഞാൻ മീഡിയയിൽ വന്നിട്ട് 2 വർഷമായിട്ട് ഒരു മാറ്റമൊന്നും വന്നില്ല. ആദ്യം ഞാൻ ചെയ്തിരുന്ന റിലേഷൻഷിപ്പും അതുപോലെ തന്നെ കൗൺസിലിംഗ്, മോട്ടിവേഷൻ മുതലായ വീഡിയോസാണ് ഇട്ടുകൊണ്ടിരുന്നത്. എന്നാൽ അതിനൊന്നും സക്സസ് കണ്ടില്ല. അങ്ങനെയുള്ള സമയത്താണ് ഞാൻ ഈ ടെക്നിക്ക് അപ്ലൈ ചെയ്തത്. ഞാൻ എന്തായിത്തീരണം, ഞാൻ എന്ത് വീഡിയോസാണ് യൂട്യൂബിൽ ഇടേണ്ടത്, അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്യേണ്ടത്, ഫേസ്ബുക്കിൽ ഇടേണ്ടത്, എന്ത് ചെയ്താലാണ് എനിക്കൊന്ന് വർക്കൗട്ടാക്കി മുന്നോട്ട് പോകാനായിട്ട് കഴിയേണ്ടത്. ഓൾറെഡി ഞാനൊരു ഹീലറുമാണ്. അപ്പോൾ അങ്ങനെ ഞാൻ നല്ലവണ്ണം വിഷ്വലൈസ് ചെയ്ത് ഈ ടെക്നിക്ക് പ്രയോഗിച്ചപ്പോൾ ഒരു ദിവസം രാത്രിയിൽ ശരിക്കും ഡിവൈൻ എന്നെ ഒരു പേപ്പർ കട്ടിൽ എഴുതി കാണിക്കുകയാണ് ചെയ്തത്. മെൻറ്റർ, അതിൻ്റെ മെൻറ്റർ എന്നും തൊട്ട് താഴെ എഴുതി കാണിച്ചു, മാനിഫെസ്റ്റർ എന്ന് എഴുതിയും കാണിച്ചു, അതിൻ്റെ തൊട്ട് താഴെ ഗൈഡ് ലൈൻസ് എന്നും എഴുതി കാണിച്ചു. 3 വാക്കുകൾ ഇപ്പോഴും ഞാൻ പവർഫുള്ളായിട്ട് ഓർത്തെടുക്കുന്നുണ്ട്. ഈ വാക്കുകൾ അത് അപ്പോൾ തന്നെ പിറ്റേ ദിവസം തന്നെ ഞാൻ പേപ്പറിൽ എഴുതി വെച്ചു. അതിൻ്റെ പിറ്റേ ദിവസം ഞാനൊരു അവിചാരിതമായിട്ട് ഒരാളുടെ വീഡിയോ കണ്ടു. ആ വീഡിയോ ആരുടേതാണെന്ന് ഇപ്പോൾ ഞാൻ പറയുന്നില്ല. വളരെ സൊസൈറ്റിയിൽ ഫേമസ് ആയിട്ടുള്ള ആളാണ്. ആ വീഡിയോ ഞാൻ ബൈ ഹാർട്ട് പഠിക്കുകയും അതിൻ്റെ ഒരു സാമ്പിൾ പോലെ, ഒരു ട്രയൽ പോലെ ആ വീഡിയോ ഇടുകയും അത് വൻപിച്ച വിജയമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ തിളങ്ങുകയും 57,000 വ്യൂവേഴ്സിന് എനിക്ക് കിട്ടുകയും 2,000 അടുക്കെ എനിക്ക് ലൈക്ക് കിട്ടുകയും അതിനേക്കാൾ കൂടുതൽ കമൻറ്റ് കിട്ടുകയും ചെയ്തു. അങ്ങനെയാണ് വീണ്ടും ഞാൻ മാനിഫെസ്റ്റർ ആകാനായിട്ട് പഠിക്കുന്നതും അതുപോലെ
അതുപോലെ തന്നെ ഞാൻ ലൈഫ് ചേഞ്ചിങ് പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുന്നതും അതുപോലെ തന്നെ ഞാൻ അതുപോലെ ഓരോരോ കാര്യങ്ങൾ ഇതിന് വേണ്ടിയിട്ട് പഠിക്കാൻ തുടങ്ങി. ലൈഫ് കോച്ച് ആകാനുള്ള പഠനത്തിന് ക്യാഷ് അടച്ച് പഠിക്കാനായിട്ടും ആരംഭിച്ചു എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ജീവിതം മാറ്റിമറിച്ച സംഭവമായിരുന്നത്. ഈ സംഭവം തീർച്ചയായിട്ടും നിങ്ങൾക്ക് വർക്കൗട്ടാകും. നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് ഉറങ്ങുന്നതിന് മുമ്പ് വിഷ്വലൈസ് ചെയ്തിട്ട് ദൈവത്തോട്, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവത്തോട് അത് ഞാൻ എന്തായി തീരണമെന്ന് കാണിച്ചു തരാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കുക. എന്നിട്ട് പേപ്പറും പേനയും അടുത്ത് വയ്ക്കണം. പേനയിൽ മഷി ഒരിക്കലും തീരരുത്. കാരണം മഷി തീർന്നാൽ നിങ്ങൾക്ക് പണി കിട്ടും. അപ്പോൾ എനിക്കും പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് മഷി തീരരുത്. ഞാൻ ഓടിപ്പോയിട്ട് മെമ്മറിയിൽ ഇങ്ങനെ കീപ്പ് ചെയ്ത് വെച്ചിട്ട് വേറൊരു സ്ഥലത്ത് നിന്നൊരു പേന എടുത്ത് എഴുതുക. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സംഭവിക്കരുത്. ഇത് നിങ്ങൾ ചെയ്യുക. തീർച്ചയായിട്ടും ഇത് വർക്കൗട്ടാകും. വളരെ നല്ല ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണത്. നിങ്ങൾക്കിത് ഫലിക്കും. ഞാനീ പറഞ്ഞിരുന്ന ടെക്നിക്ക് എന്ന് നിങ്ങൾക്ക് ഫലിക്കുന്നു അന്ന് നിങ്ങളെ ഈ വീഡിയോ സെലക്ട് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് കമൻറ്റ് ബോക്സിൻ്റെ താഴെ നിങ്ങൾക്ക് നടന്നതായിട്ട് എഴുതുക. കാരണം എനിക്ക് അത്രയ്ക്ക് വിശ്വാസമുണ്ട് ഇത് നടക്കുമെന്നുള്ളത്. ഒരു കാര്യം പ്രത്യേകം പറയുകയാണ്, നിങ്ങൾ എപ്പോഴും മെഡിറ്റേഷനും പ്രെയറും ചെയ്യണം, പ്രാർത്ഥിക്കണം, മെഡിറ്റേഷൻ ചെയ്യണം. മെഡിറ്റേഷൻ ചെയ്യാത്ത ആരെയും ഞാൻ അംഗീകരിക്കില്ല. എനിക്ക് സമയം കിട്ടാറില്ല. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന മെഡിറ്റേഷനും പ്രാർത്ഥനയും കൂടി ഒപ്പം ചെയ്യുമെന്നുള്ളതാണ്. അതായത് മെഡിറ്റേഷനിൽ ഇരുന്നിട്ട് കണ്ണുകൾ അടച്ചിരുന്ന മെഡിറ്റേഷനിൽ ഇരുന്നുകൊണ്ട് തന്നെ ആവർത്തിച്ച് ഉരുവിട്ടിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. എത്ര ഇഫക്റ്റീവാണെന്നറിയാമോ? അതിനോടൊപ്പം ഞാൻ പറയുന്ന 4 വാക്കുകളും കൂടി പറയുക. ഹൈലി പോസിറ്റീവായിട്ടിരിക്കുക, ഹൈലി പോസിറ്റീവായി സംസാരിക്കുക, ഹൈലി പോസിറ്റീവായി ചിന്തിക്കുക, ഹൈലി പോസിറ്റീവായിട്ട് പെരുമാറുക. നിങ്ങളോട് തന്നെ അതിരാവിലെ പറഞ്ഞു നോക്കി. ഒരു പേപ്പറിൽ നിങ്ങളത് എഴുതി നോക്കിക്ക്. 7 ദിവസം അടുപ്പിച്ച് നിങ്ങൾ എഴുതി നോക്കിക്ക്. ഹൈലി പോസിറ്റീവായിട്ടിരിക്കുക, ഹൈലി പോസിറ്റീവായി സംസാരിക്കുക, ഹൈലി പോസിറ്റീവായി ചിന്തിക്കുക, ഹൈലി പോസിറ്റീവായിട്ട് പെരുമാറുക. ഈ 4 വാക്ക് 7 ദിവസം അടുപ്പിച്ച് നിങ്ങളൊന്ന് എഴുതി നോക്കിക്ക്. അതിൻ്റെ സ്പെഷ്യൽ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. നമ്മൾക്ക് എല്ലാം സാധിക്കും. പക്ഷേ നമ്മൾ തന്നെ വിചാരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ടെക്നിക്ക് നിങ്ങൾ ചെയ്യുക. വളരെ സൂപ്പറായിട്ടുള്ള ടെക്നിക്കാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങളിത് പറഞ്ഞു കൊടുക്കണം, അയച്ചു കൊടുക്കണം. ക്ഷമയുള്ളവർക്ക് മാത്രമാണ് ഈ ടെക്നിക്ക് ചെയ്യാൻ കഴിയുക. ക്ഷമ വേണം. മടുത്തു പോകാതെ ചെയ്യുക. ആൾക്കാർ ഇത് കേൾക്കുമ്പോൾ പറയും കള്ളത്തരാണ്, പിന്നെ അതിനല്ലേ നേരെ എനിക്ക് ജോലിക്ക് പോകണം, അങ്ങനെയൊക്കെ പറയും. രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഒരു പേപ്പറും പേനയും നിങ്ങളുടെ അടുത്ത് വയ്ക്കാൻ നിങ്ങൾക്ക് അത്ര സമയമൊന്നും വേണ്ടല്ലോ. അതുപോലെ തന്നെ പ്രാർത്ഥിച്ചിട്ട് കിടക്കാൻ അത്രയും സമയം വേണ്ടല്ലോ. എന്തായി നിങ്ങൾ തീരണമെന്നുള്ള ചിന്തിക്കാൻ മനസ്സിലധികം സമയം വേണ്ടല്ലോ. അത് നിങ്ങൾ ഡ്രീമായിട്ട് ഗോഡെ കാണിച്ചു തരും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. എല്ലാവരും കമൻറ്റ് ബോക്സിൽ പോയിട്ട് ടൈപ്പ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.